ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് എന്നെ ഏറ്റവും വേദനിപ്പിച്ച നൊമ്പരപ്പെടുത്തിയ ഒരു വാർത്ത പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതായത് 4 വയസ്സുകാരി പുഴയിലെറിഞ്ഞ് ഒരമ്മ കൊലപ്പെടുത്തുന്നു. പിന്നീട് നമ്മൾ അറിയുന്നു ഏറ്റവും അടുത്ത ബന്ധു ആ കുട്ടിയെ കുറച്ചധികം കാലമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന്. ഇയാളുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പെറ്റമ്മ ആ കുഞ്ഞിനെ കൊന്നു എന്നാണ് ഈ അമ്മ പോലീസിനോട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളമാണ്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുട്ടി കൊല്ലപ്പെടുന്നതിന് മുമ്പ് ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിരയായി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഡോക്ടർമാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ പിതൃ സഹോദരനെ പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തു. 2.5 വയസ്സ് മുതൽ കുട്ടിയെ ഉപദ്രവിച്ചു വന്നിരുന്നതായി പ്രതി പോലീസിന് മൊഴി കൊടുത്തു. വിവരം കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അമ്മ അതിന് തന്നെ തല്ലിയതായും പ്രതി പോലീസിനോട് സമ്മതിച്ചു. 4 വയസ്സുകാരി അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ ദുരൂഹതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കുട്ടി ലൈംഗിക പീഡനത്തിനിരയായി എന്ന വിവരം പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ഡോക്ടർമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടിയുടെ പിതൃ സഹോദരനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി പ്രതി കുട്ടിയെ ദുരുപയോഗം ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി. വീട്ടിൽ ലഭിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്താണ് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി പ്രതി ഉപദ്രവിച്ചത്. കുട്ടി അമ്മയോട് ഉപദ്രവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അമ്മ പ്രതിയെ തല്ലിയതായും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുണ്ടായിരുന്ന കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് പോലീസിനെ അറിയിച്ചത്. ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം മുന്നിൽ വെച്ച് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. രാത്രിയിൽ കുട്ടിയുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോകുന്ന സമയത്തായിരുന്നു പ്രതി കുട്ടിയെ കൂടുതലും ഉപദ്രവിച്ചിരുന്നത്. 10ലധികം തവണ പ്രതി കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായും പ്രതി മൊഴി നൽകി. കുട്ടി അമ്മയോട് പീഡന വിവരം പറഞ്ഞിരുന്നുവെങ്കിലും അമ്മ ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. പോക്സോ ബാലനീതി നിയമപ്രകാരമാണ് നിലവിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. 4 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്ന അമ്മ നൽകുന്ന ഓരോ മൊഴിയും കേസിൽ നിർണായകമാണ്. കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ പിതൃ സഹോദരനെയും ഉടനെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കേസ് അന്വേഷണം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. എറണാകുളം തിരുവാണിയൂരിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി റിമാൻഡിലായി. കുട്ടിയുടെ പിതാവിൻ്റെ ഇളയ സഹോദരനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്ത്. പ്രതി കുറ്റം സമ്മതിച്ചതായി റിമാൻഡ് റിപ്പോർട്ട് വന്നു. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അമൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഈ പ്രതി ആദ്യം 8 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ സമ്മതിച്ചത്. എന്നാൽ ഏറ്റവും അവസാനം ഈ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രതി ഇതെല്ലാം പറയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ് അമൽ? SKN പറഞ്ഞതുപോലെ തന്നെ ചോദ്യം ചെയ്യലിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഈ പ്രതി പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പിന്നീട് പറ്റിപ്പോയി എന്ന് ഏറ്റുപറയുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ. ഏതായാലും ഇന്ന് 7 മണിയോട് കൂടിയാണ് പ്രതിയെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിടുകയാണ് ഉണ്ടായത്. നമുക്ക് അറിയാം, ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ള പല കാര്യങ്ങളും ഇതൊരു പോക്സോ കേസായതിനാൽ തന്നെ പുറത്തുവിടുന്നതിൽ ചില പരിമിതികൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രതി ഈ കുട്ടിയെ എവിടെയെല്ലാം എത്തിച്ച് പീഡനത്തിനിരയാക്കി എന്ന കാര്യം പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എത്ര കാലമായി ഈ പ്രതി കുട്ടിയുമായി ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിനെക്കുറിച്ച് കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് എത്രമാത്രം ഈ വിവരത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര കാലം ഇതിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ഒരു വിവരം ലഭിക്കേണ്ടതുണ്ട്. അതിന് പ്രകാരം ഇപ്പോൾ അമ്മ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. 4 ദിവസത്തേക്ക് അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രതിയെ നാളെ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള, അതായത് ഈ കുട്ടിയെ പീഡിപ്പിച്ച പിതൃ സഹോദരനെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള അപേക്ഷ നാളെ തന്നെ സമർപ്പിക്കുവാനാണ് പോലീസ് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പ്രതിയെയും അമ്മയെയും ചേർത്ത് വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും പോലീസിന്റെ അന്വേഷണം നീളുക. ഏതായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ്. ഇവിടേക്കാണ് പ്രതിയെ കൊണ്ടുവരിക. ഇപ്പോഴേതായാലും പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടില്ല. പ്രതിയുമായിട്ട് പെരുമ്പാവൂരിലെ ACP ഓഫീസിൽ വിരലെ അടയാള പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അല്പസമയത്തിനുള്ളിൽ മൂവാറ്റുപുഴയിലെ ഈ ഒരു സബ്
ജയിലിലേക്ക് പ്രതിയെ കൊണ്ടുവരും. അതിനുശേഷം ഇവിടെ റിമാൻഡ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സമൂഹ മനസാക്ഷിയെ ഒന്നാകെ നടുക്കിയ ഒരു കേസിൽ വല്ലാത്ത ഒരു വഴിത്തിരിവാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ കുട്ടിയെ 1.5 വർഷത്തോളം പീഡിപ്പിച്ച പിതൃ സഹോദരൻ റിമാൻഡിലായിരിക്കുകയാണ്. SK. താങ്ക് യു അമൽ സുരേന്ദ്രൻ. ആലുവായിൽ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി നേരിട്ടത് ക്രൂരമായ പീഡനം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിനെ 2.5 വയസ്സ് മുതൽ പീഡനത്തിനിരയാക്കിയായിരുന്നു എന്നാണ് പിടിയിലായ പിതൃ സഹോദരന്റെ മൊഴി. കേസിൽ നിർണായകമായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ്. ഡോക്ടേഴ്സാണ് ഇവരും പോലീസിനോട് വിശദമായി പറഞ്ഞത്. ആദ്യമൊരു മിസ്സിംഗ് കേസ്, പിന്നാലെ കൊലപാതകം. ഏറ്റവും ഒടുവിൽ ആ 4 വയസ്സുകാരി നേരിട്ട കൊടും ക്രൂരതയിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം. പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവുകൾ കണ്ടെത്തി. ഇതോടെ പീഡനം നടന്നതായി ഉറപ്പിച്ചു. പോലീസിന് വിവരം നൽകി. കുട്ടിയെ ഏറ്റവും അടുത്തിടപഴകിയിരുന്ന ബന്ധുക്കൾ ആരൊക്കെയെന്ന് അമ്മയോട് പോലീസ് ചോദിച്ചു. അച്ഛൻ്റെ 2 സഹോദരന്മാർ എന്ന് മൊഴി. തുടർന്ന് ഇന്നലെ 2 സഹോദരന്മാരെയും കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പിതാവിൻ്റെ ഇളയ സഹോദരൻ കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ 1.5 വർഷമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. ഏറ്റവും അവസാനം പീഡിപ്പിച്ചത് തിങ്കളാഴ്ച. താൻ കുട്ടിയോട് അമിത സ്നേഹം കാണിച്ചിരുന്നതിനാൽ ആർക്കും സംശയം തോന്നിയിരുന്നില്ലെന്നും പ്രതിയുടെ മൊഴി. കുട്ടിയുടെ അറിവില്ലായ്മയും വിശ്വാസവും ദുരുപയോഗം ചെയ്തായിരുന്നു പ്രതിയുടെ കൊടും ക്രൂരത. പീഡന വിവരത്തെക്കുറിച്ച് അറിവുണ്ടോ എന്ന് കസ്റ്റഡിയിലുള്ള അമ്മയോട് പോലീസ് ചോദിച്ചറിയും. ചെറിയച്ഛൻ്റെ കൊടും ക്രൂരതയിൽ നിന്ന് മകളെ രക്ഷിക്കാനാണോ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന സംശയവും പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. മലപ്പുറം കുരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം വിലക്കി. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെതാണ് ഈ കടുത്ത നടപടി. മലപ്പുറം കുരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ 2-അംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തി റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നടപടി. കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തു. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വിലക്കേർപ്പെടുത്തി. ഡീബാർ ചെയ്തതിനാൽ തുടർ കരാറുകളിൽ ഇനി പങ്കെടുക്കാനാകില്ല. കമ്പനിയിലെ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. ദേശീയപാതയിലെ അപാകതകളെക്കുറിച്ച് പരിശോധിക്കാൻ IIT വിദഗ്ധർ ഉൾപ്പെട്ട 3-അംഗ സമിതിയെ നിയോഗിച്ചു. അന്വേഷണ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ദേശീയപാതയിലെ അപാകതയിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചതായി MP ET മുഹമ്മദ് ബഷീർ. വീഴ്ച വരുത്തിയ കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ച കാര്യം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ പേരിൽ തുടർ നിർമ്മാണം അനന്തമായി നീണ്ടുപോകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. ഒപ്പം പരാതികളുള്ള മറ്റിടങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടത്തി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ET മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. മണ്ണിടിച്ചിലുണ്ടായ കണ്ണൂർ കുപ്പത്തെ DPR അഥവാ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടിൽ അപാകതകൾ ഉണ്ടെന്ന് സമ്മതിച്ച ദേശീയപാത അതോറിറ്റി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും സ്ഥലത്ത് പരിശോധന നടത്തി NHAI റെസിഡന്റ് എഞ്ചിനീയർ അറിയിച്ചു. നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ച് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കുപ്പത്ത് പ്രതിഷേധിച്ച ജനങ്ങളുടെ ആശങ്ക ശരിവെക്കുന്നതാണ് ദേശീയപാത അതോറിറ്റിയുടെ കുറ്റസമ്മതം. DPRൽ തന്നെ അപാകതയുണ്ടെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. വീടുകളിലേക്ക് കുത്തിയൊലിച്ചു വരുന്ന വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് ഒഴുക്കാനുള്ള സാധ്യത പരിശോധിക്കുകയാണെന്ന് സ്ഥലം സന്ദർശിച്ച ദേശീയപാത അതോറിറ്റി വിദഗ്ധ സംഘം അറിയിച്ചു. In the meantime, we are planning to divert the other catchment area water to other way. We will find with the help of local panchayat people and other places where we can put the storm water. അതേസമയം ദേശീയപാതയുടെ മറുവശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് NHAI പ്രതിനിധികൾ പറയുന്നു. കുന്നിടിച്ച ഭാഗവും റോഡും തമ്മിൽ ആവശ്യത്തിന് അകലമുണ്ടെന്നാണ് വിശദീകരണം. ഈ മാസം 27-നകം പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം പുനരാരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പരിഹാരം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക പരിഹാരമാണ് അവരിപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ടി കുറച്ചും കൂടി ഡ്രെയിനേജ് ആഴത്തിൽ കുഴിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 27-ാം തീയതി വരെ നമ്മൾ നോക്കൂ. 27-ാം തീയതി കഴിഞ്ഞിട്ട് ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും സമരത്തിലേക്ക് തന്നെ ഇറങ്ങും. പിലാത്തറയും കുപ്പവും അടങ്ങുന്ന റീച്ചിൽ നിർമ്മാണത്തിലുണ്ടായ അപാകതയിൽ പ്രതിഷേധിച്ച് DYFI മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
പ്രവർത്തകർ ഓഫീസിലെ ചില്ലുകളും വാതിലും അടിച്ചു തകർത്തു. കണ്ണൂർ. ദേശീയപാതയുടെ തകർച്ചയിൽ പ്രതിസന്ധിയിലായ പൊതുമരാമത്ത് വകുപ്പിന് പ്രതിരോധം തീർത്ത് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും. ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പിനെ പഴി ചാരേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രതികരിച്ചു. പാതയിലെ കുഴപ്പങ്ങൾക്ക് കാരണം നിർമ്മാണം നടത്തുന്ന NHAയും കരാറുകാരുമാണെന്നാണ് MV ഗോവിന്ദന്റെ പ്രതിരോധം. ദേശീയപാതയുടെ ക്രെഡിറ്റ് ഏറ്റെടുത്ത ആളുകൾ തകർന്നതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാൻ തയ്യാറാക്കണമെന്ന് ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രധാന പ്രചരണ വിഷയമാകാനിരുന്ന ദേശീയപാതയുടെ തകർച്ച രാഷ്ട്രീയ പ്രശ്നമായി പരിണമിച്ചിരിക്കുകയാണ്. ദേശീയപാത വികസനത്തിൽ അഭിമാനം കൊണ്ടിരുന്ന പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് തകർച്ചയിൽ പ്രതിരോധത്തിലായത്. പ്രതികരണം സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഒതുക്കിക്കൊണ്ട് മരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ മാറി നിൽക്കുന്നു. എന്നാൽ പ്രതിരോധത്തിലായ മരാമത്ത് വകുപ്പിനെ സംരക്ഷണ കവചം തീർക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇറങ്ങി. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആ മുതൽ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണം NHAയും കരാറെടുത്തവരുമാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയും മരാമത്ത് വകുപ്പിന് പ്രതിരോധം തീർക്കുന്നു. ദേശീയപാത വികസനത്തിന് നേട്ടം അവകാശപ്പെട്ടവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ആരുമില്ല ഇതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. ഇതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും തയ്യാറല്ല. ഇത് മുഴുവൻ നിരീക്ഷണം നടത്തി എല്ലാം പരിശോധിച്ച് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെച്ചല്ലോ എല്ലായിടത്തും. അവരാരും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിരുന്ന ആളുകൾക്ക് അതിന്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്. യഥാർത്ഥ DPR ആർക്കോ വേണ്ടി മാറ്റിയതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപിച്ചു. ചില DPRകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെയാണ് DPR 1 മാറ്റി DPR 2, അതും പോരാഞ്ഞിട്ട് DPR 3യിലേക്ക് പോയത് എവിടെയാണ്? ഒരു ഒറിജിനൽ DPR ഉണ്ടായിരുന്നു, അത് ആർക്ക് വേണ്ടി മാറ്റി? പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാകുമെന്നും മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തിരുവനന്തപുരം. തൃശ്ശൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിന്റെ വശം ഇന്ന് ഇടിഞ്ഞു താന്നു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തളം സെന്ററിന് സമീപമാണ് റോഡ് ഇടിഞ്ഞത്. നിർമ്മാണത്തിലെ അപാകതയാണെന്ന് ആരോപിച്ച പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗും ആയി സൂരജ് സജി ചേരും. ആദ്യം ചില പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചു. ഇപ്പോഴും പല ഭാഗങ്ങളിൽ പണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇന്നലെ രാത്രിയോടുകൂടി ഒരു വാഹനം കയറിയ ഈ റോഡിൻ്റെ സൈഡിൽ ഉള്ള ഐറിഷ് കോൺക്രീറ്റ് വർക്ക് ഇടിഞ്ഞു താന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ സൈഡിലെ ടാറിങ്ങും കൂടി അതിൻ്റെ കൂടെ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. അത്യന്തം അപകടകരമായ രീതിയിലാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൻ്റെ പണി നടത്തിയിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ സൂരജ്, ഈ ഇടിഞ്ഞു താന്നത് കുറച്ച് കാര്യമായിട്ടുള്ള പ്രശ്നമാണോ? SKN 46 കോടി രൂപ ചിലവിൽ കിഫ്ബി നേരിട്ട് നിർമ്മിക്കുന്ന, സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന റോഡിന്റെ വശത്തെ കോൺക്രീറ്റിംഗ് ആണ് ഇടിഞ്ഞു താന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഇടിഞ്ഞ ഭാഗം വലിയ വ്യാപ്തി ഇല്ലെങ്കിൽ പോലും കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല, ഈ പാതയിലുടനീളം ഇത്തരത്തിൽ ഗുണകരമല്ലാത്ത രീതിയിലാണ് ഈ പാത നിർമ്മാണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ റോഡിന്റെ ടാറിംഗ് കഴിഞ്ഞ് അതിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യും. ആ കോൺക്രീറ്റ് ആണ് ഒരു ലോറി കയറിയ സമയത്ത് ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. അതിൽ ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ അരികുവശത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പാലിക്കേണ്ട മാനദണ്ഡമുണ്ട്. അതായത് ഈ കോൺക്രീറ്റിന് കൃത്യമായ ഒരു കനം അത് നിർദ്ദേശിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു കനത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വ്യാപ്തിയോട് കൂടിയുള്ള കോൺക്രീറ്റിംഗ് അല്ല നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ്
എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഇത്തരത്തിൽ ഒരു ലോറി കയറിയ സമയത്ത് തന്നെ ഇടിഞ്ഞു താഴാൻ ഇടയാക്കിയതെന്നും ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് ഈ കോഴിക്കോട്ടേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന വാഹനങ്ങളടക്കം പോകുന്ന എളുപ്പ വഴിയാണ് ഈ കേച്ചേരി റോഡെന്ന് പറയുന്നത്. പക്ഷേ അത് ഏറെക്കാലമായി നിർമ്മാണ പ്രവൃത്തിയിൽ നടക്കുകയാണ്. ആ റോഡ് പൂർത്തിയായാൽ വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇതിന്റെ വശത്ത് സ്ഥാപിച്ചിരുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചിരുന്ന കോൺക്രീറ്റ് ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന, പ്രധാനമായി പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്ന കൃത്യമായ ഒരു പരിശോധന ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം. ടാറിംഗ് അടക്കം ഗുണനിലവാരമില്ലാത്ത തരത്തിലാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പരിശോധന നടത്തി അപാകതകൾ ഉണ്ടെങ്കിൽ തുടർ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്ന സ്കെയിൽ. താങ്ക് യു സുരേഷജി. നന്ദനൻ KV ഒരു കാര്യം പറയുന്നു. കുന്നുകൾ ഭൂമിയിൽ ഉണ്ടായതിന് പ്രത്യേക ചില ആവശ്യങ്ങളുണ്ട്. ഇടിച്ചു നിരത്തുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉയരും. പരസ്പരം വഴക്കിട്ടിട്ട് കാര്യമില്ല. പ്രദേശത്തിൻ്റെ പരിഗണന കൊടുക്കണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കുന്നും ഒക്കെ ഇടിച്ചു നിരത്തുകയും പ്രകൃതിയുടെ ഭാവങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്താൽ അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും. പാക് അധീന കാശ്മീർ കൈമാറുന്നതിനെ കുറിച്ച് മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് ഇന്ത്യയുടെ നിലപാട് പുറത്തുവന്നു. ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കാൻ തുർക്കി പാകിസ്ഥാനോട് ആവശ്യപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നുള്ള MPമാരുടെ പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനം തുടരുകയാണ്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായുള്ള സഹകരണം തുടരുമെന്ന് ഇന്ത്യൻ പ്രതിനിധി സംഘത്തോട് UAE അറിയിച്ചു. സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗം ടോക്കിയോയിൽ ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തകേഷി ഇവായിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ റദ്ദായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നിന്നും ഒഴിഞ്ഞ ശേഷമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. हम लोगों ने पाकिस्तान को बताया, एक बार जब हमने उनको मारने के बाद बताया DGMO के तहत के मार्फत से कि हम लोगों ने ऑपरेशन सिंदूर के तहत आपके जो हमारा राइट टू रिस्पॉन्ड था वो हमने किया है और उसके बाद हमने बनाया, तो घटना के बाद बताया. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നടപടികൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ഇന്ത്യയുടെ സർവകക്ഷി സംഘത്തിന്റെ ലക്ഷ്യമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ശിവസേന MP ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന സംഘം UAE സഹിഷ്ണുതാ സഹവർത്തിത്വകാര്യ മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുവൈമി, നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഡോക്ടർ ജമാൽ അൽ കാബി എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായി സഹകരിക്കുന്നത് തുടരുമെന്ന് ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുവൈമി പറഞ്ഞു. സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തകേഷി ഇവായയുമായി കൂടിക്കാഴ്ച നടത്തി. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി യോഷിഹിഡ സുഗയുമായും പ്രതിനിധി സംഘം ചർച്ച നടത്തി. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യയിലേക്ക് തിരിച്ചു. ശശി തരൂർ, സുപ്രിയ സുലെ, രവിശങ്കർ പ്രസാദ്, വൈ ജയന്ത് പാണ്ഡെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്ത ദിവസങ്ങളിൽ യാത്ര തിരിക്കും. 24 ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മണ്ണിൽ ഒടുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായി. 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ആക്രമണത്തിന് മുതിർന്നാൽ തക്കതായ മറുപടി ഇനിയും കൊടുക്കും. പാകിസ്ഥാനോടുള്ള ചർച്ച പാക് അധിനിവേശ കാശ്മീരിന് വേണ്ടി മാത്രമായിരിക്കുമെന്നും ബിക്കാനീറിലെ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞു. जो सिंदूर मिटाने निकले थे उन्हें मिट्टी में मिलाया है. പെഹൽഗാമിൽ മതം ചോദിച്ച് ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് രാജ്യം മറുപടി നൽകിയത് 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു. സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതിയുടെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും നരേന്ദ്രമോദി. शोध प्रतिशोध का खेल नहीं, ये न्याय का नया स्वरूप है. ये ऑपरेशन सिंदूर है. ആദ്യമായാണ് ഭീകരവാദികളുടെ ഹൃദയത്തിൽ പ്രഹരമേൽപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ ആറ്റം ബോംബ് ഭീഷണിയിൽ ഇന്ത്യ ഭയപ്പെടില്ല. എപ്പോഴൊക്കെ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നോ അപ്പോഴെല്ലാം അവർ പരാജയപ്പെട്ടു. അതിർത്തിക്കപ്പുറമുള്ള പാകിസ്ഥാന്റെ റഹീം യാർ ഖാൻ വ്യോമതാവളം ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ICUവിലാണെന്നും പ്രധാനമന്ത്രി. ഇന്ത്യയുടെ രക്തം തൊട്ട് കളിച്ചതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നായിരുന്നു മോദിയുടെ ഓർമ്മപ്പെടുത്തൽ. ബിക്കാനീറിലെ വ്യോമതാവളവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. 24 ഡൽഹി.
മറ്റൊരു വാർത്തയിലേക്ക്. ഫേസ്ബുക്കിലൂടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വികലമായി ചിത്രീകരിച്ച RSS പ്രവർത്തകൻ റിമാൻഡിലായി. ഷൊർണൂർ മുണ്ടായ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ടെലിഫോണിൽ. ശ്രീജിത്ത്, എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ മെയ് 16-ാം തീയതിയാണ് ഇന്ദിരാഗാന്ധിയെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ SRR ഉണ്ണി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഒരു പോസ്റ്റ് ഇടുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഷെയർ ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇത് സൈബർ പോലീസിന്റെയും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. സ്വമേധയാ കേസെടുക്കുകയാണ് ചെയ്തത്. ചരിത്ര പുരുഷന്മാരാണ്. സ്വാഭാവികമായി ഇത്തരത്തിൽ അപമാനിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കേരള പോലീസ് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് SP സ്വമേധയാ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഷൊർണൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിമാൻഡ് ചെയ്യുകയാണ്, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ ഒരു സജീവ RSS പ്രവർത്തകനാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രദേശത്തെ സജീവ RSS പ്രവർത്തകനാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും തുടർ നടപടിക്രമങ്ങൾ മറ്റ് ആരെങ്കിലും ഈ പോസ്റ്റുകൾ ഷെയർ ചെയ്ത ആളുകൾക്കെതിരെ അടക്കം നടപടിയിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത നൽകിയിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് സൈബർ ഡോം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ ചീഫ് സെക്രട്ടറിക്ക് ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. അഗ്നിരക്ഷാ സേനയുടെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും റിപ്പോർട്ട് ലഭിച്ചു. കോർപ്പറേഷൻ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ട്, അത് പരിശോധിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അല്ല, ഇപ്പോൾ കുറച്ചൊരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 1 or 2 ഡേയ്സിൽ ഞാൻ അത് തീർക്കാം. കാരണം മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്തു, ഫയറും PWD പോലീസും. കോർപ്പറേഷൻ്റെ ചില സംശയം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ പെൻഡിങ് ആണ്. സോ 1 or 2 ഡേയ്സിലേക്ക് തീർക്കാം, ഇന്ന് അല്ലെങ്കിൽ നാളെ. ഇപ്പോൾ പറയാം, ഇത് ശരിയല്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഫോർ ഡീറ്റെയിൽ പരിശോധന ശേഷം മാത്രം പറയാം. അപ്പോൾ ഇത് ടെക്നിക്കലും കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നില്ല. ഞാൻ എന്താണ് നോക്കുന്നുണ്ട്, ഫയറിൻ്റെ കോസ് എന്താണ്, എങ്ങനെയാണ്, എത്ര ആണ്, വാട്ട് കുഡ് ഹാവ് ബീൻ ഡൺ ബെറ്റർ. അതാണ് ഞാനിപ്പോൾ റിപ്പോർട്ടിൽ നോക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും. സമീർ മുഹമ്മദ് കോഴിക്കോട് വിവരങ്ങൾ നൽകുന്നു. സമീർ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്താണ് കോഴിക്കോട് ജില്ലാ കളക്ടർ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ച കാര്യം? SKN ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് നാടിനെ നടുക്കിയ വലിയ തീപിടുത്തം ഉണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതുപോലെ അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സംഭവം നടന്ന് 2 ദിവസത്തിനകം തന്നെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്ന നിർദ്ദേശം. അതുമായി ബന്ധപ്പെട്ട് പക്ഷേ 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ വിഷയത്തിലാണ് ജില്ലാ കളക്ടർ ഇന്ന് നമ്മളോട് പ്രതികരിച്ചത്. ആ വേളയിലാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കോർപ്പറേഷൻ്റെ അന്വേഷണത്തിൽ ചില അവ്യക്തതകളുണ്ട്. അവർ നൽകിയ റിപ്പോർട്ടിൽ അത് പൂർത്തീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അത് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വിഷയത്തിലുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന കാര്യമാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇത്രയും ദിവസമായിട്ടും അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ആ കടകളൊക്കെ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓരോ ദിവസവും വാടക നൽകിയാണ് അവിടെയുള്ള കടക്കാരെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് സ്റ്റാൻഡിലെ ബസ് അവിടെയുള്ള ഉടമകൾ, അതായത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി സമിതിയും കൂടാതെ ബസ് ഓണർ, അവിടെ ഉള്ള ഷോപ്പ് ഓണേഴ്സ് ഉണ്ട്, അവർ പ്രത്യേകമായിട്ടുള്ള അസോസിയേഷനാണ്. അവരെല്ലാം തന്നെ ജില്ലാ കളക്ടറെ പോയി കണ്ടിരുന്നു. തങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇവരുമായി നടത്തിയിട്ടുള്ള ചർച്ചക്കൊടുവിലും ജില്ലാ കളക്ടർ നൽകിയ ഒരു നിർദ്ദേശം വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന എല്ലാം തന്നെ പൂർത്തീകരിക്കും, കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ജില്ലാ കളക്ടർ ഇന്ന് ഈ കാര്യം കൂടി വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തോത് ഇപ്പോൾ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാഥമികമായിട്ടുള്ള ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന വിവരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ അത് തന്നെയാണോ അതിൻ്റെ കാരണം? ഒപ്പം തന്നെ അതിൻ്റെ അരികു ഭാഗങ്ങളെല്ലാം തന്നെ ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരുന്നു. അതെല്ലാം തന്നെ അനധികൃതമാണ് എന്നുള്ള ഒരു നിഗമനം കൂടിയുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. വൈകാതെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന കാര്യം കൂടി ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. SKN. ഓക്കെ, സമീർ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വന്ന മറ്റൊരു വാർത്ത. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 77.81 വിജയ ശതമാനം. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ 0.88% കുറവാണ്. 30,145 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത്. പരീക്ഷ എഴുതിയ 3,70,642 വിദ്യാർത്ഥികളിൽ 2,88,394 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. സയൻസ് വിഭാഗത്തിൽ 83.25%,
ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 69.16% കൊമേഴ്സ് വിഭാഗത്തിൽ 74.21% പേരും വിജയിച്ചു. കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചത് 39,242 വിദ്യാർത്ഥികൾക്കായിരുന്നു. ഈ വർഷം അത് കുറഞ്ഞു. പരീക്ഷയിൽ 2,80,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.81%. മുൻവർഷം ഇത് 78.69%. വ്യത്യാസം എന്ന് പറയുന്നത് 0.88% കുറവ്. 41 കുട്ടികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചു. വിജയശതമാനത്തിൽ കൂടുതൽ എറണാകുളം ജില്ലയും കുറവ് കാസർഗോഡ് ജില്ലയുമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്ത പരീക്ഷയായിരുന്നു. +1 അവർ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. എന്തായാലും റിസൾട്ട് നോക്കുന്നവർ സാറ്റിസ്ഫൈഡ് ആണ്. കെമിസ്ട്രി കണ്ടപ്പം ബാക്കിയുള്ളതും കൂടെ ആ ഒരു ഭയങ്കര പേടിയായിപ്പോയി. അറിയാവുന്ന മാത്സ് കൂടി ഞാൻ നന്നായിട്ട് മാർക്ക് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഫുൾ A+ ഉണ്ടെന്നേ ഉള്ളൂ. മാർക്ക് അത്ര തൃപ്തയല്ല ഞാൻ. ടഫ് വാല്യുവേഷൻ ആണെന്ന് വിചാരിച്ചു, പക്ഷേ ലിബറൽ വാല്യുവേഷൻ ആയിരുന്നു. 100 മേനി വിജയം കരസ്ഥമാക്കിയത് 57 സ്കൂളുകളാണ്. സർക്കാർ സ്കൂളുകളുടെ വിജയശതമാനം 73.23. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വിജയം 70.06%. സേപ്പ് പരീക്ഷകൾ ജൂൺ 23 മുതൽ 27 വരെ നടക്കും. 24 തിരുവനന്തപുരം. സൂര്യസജി ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നു. ദേശീയപാത തൃശൂർ ആമ്പലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാർ കത്തിനയിച്ചു. ഇരട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള മുരിങ്ങൂർ സ്വദേശികളായ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്നാണ് സൂരജിൻ്റെ റിപ്പോർട്ട്. ഇന്ന് രാത്രി 8 മണിയോടെയായിരുന്നു ഈ സംഭവം. തൃശ്ശൂരിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവശേഷം ഇരട്ട കുട്ടികളുമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ മാസം 25-നുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെക്കൻ അറബിക്കടൽ, മാലിദ്വീപ്, കന്യാകുമാരി മേഖല, ആൻഡമാൻ കടൽ, ആൻഡമാൻ ദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ കൂടുതൽ ഭാഗങ്ങളിൽ കാലവർഷം വ്യാപിച്ചു കഴിഞ്ഞു. മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക, ഗോവ തീരത്തിനു മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇനി 2-3 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം പ്രതീക്ഷിക്കാം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയും കാലവർഷത്തെ സ്വാധീനിക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കാലവർഷത്തിന് മുന്നോടിയായി നാളെ മുതൽ കേരളത്തിൽ മഴ വ്യാപകമാകും. കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വരുന്ന 4 ദിവസം മീൻപിടുത്തത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാത്തതിൽ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ച നാട്ടുകാർ. കടുവയെ കണ്ടിട്ടും വനംവകുപ്പ് പിടികൂടുന്നില്ല എന്നാണ് പരാതി. കാളികാവിന് പുറമെ കരുവാരക്കുണ്ടിൽ കൂടി വനംവകുപ്പ് ക്യാമ്പ് ചെയ്യാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിച്ചു. നരഭോജി കടുവയെ പിടികൂടാനാവാതെ 8ാം ദിവസവും തെരച്ചിൽ അവസാനിപ്പിച്ച് ദൗത്യസംഘം മടങ്ങുമ്പോഴാണ് കരുവാരക്കുണ്ട് സുൽത്താൻ എസ്റ്റേറ്റിന് സമീപം വനം വകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞത്. ഞങ്ങളെ കുട്ടികളെ ജീവിക്കാൻ മാർഗം ഗവൺമെന്റ് ആയാലും പോലീസ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയം അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ട ഈ ജനങ്ങളെ കടിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം, ഇവിടെ ജീവിക്കണം. ഒടുവിൽ നാട്ടുകാരുമായി വനം വകുപ്പും പോലീസും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രംഗം ശാന്തമായത്. കരുവാരക്കുണ്ടിൽ വനം വകുപ്പിന്റെ സ്ഥിരം ടീമിനെ നിയോഗിക്കാൻ തീരുമാനമായി. ഈ കടുവ ഉള്ള ഈ പ്രദേശത്ത് പെട്രോളിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഒരു ടീം പെട്രോളിംഗ് നടത്തി അത് കഴിയുമ്പോഴേക്ക് വേറെ ടീം വന്ന് പെട്രോളിംഗ് ഉണ്ടാവും. മാത്രമല്ല ഇവിടുന്ന് തൊട്ടടുത്തുള്ള ക്രസന്റ് സ്കൂളിൽ നമ്മളെ ടീം ആൾറെഡി ക്യാമ്പിംഗ് ഉണ്ട്. വയനാട്ടിൽ നിന്നുള്ള ഡോക്ടേഴ്സും ടീം എല്ലാവരും ഇവിടെ വന്ന് ഇതിൻ്റെ ഈ പ്രവൃത്തി രാവും പകലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാളികാവ്, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല, മഞ്ഞൾപ്പാറ, മദാരിക്കുണ്ട്, സുൽത്താന എസ്റ്റേറ്റ്, കേരള എസ്റ്റേറ്റ്, പാറശ്ശേരി, അടക്കാക്കുണ്ട്, 70 ഏക്കർ, 50 ഏക്കർ, പാന്ത്ര തുടങ്ങിയ ഇടങ്ങളിലാണ് കടുവാ സാന്നിധ്യം ഇതുവരെ സ്ഥിരീകരിച്ചത്. സൗണ്ട് കണ്ടില്ല, ഞാൻ നേരിട്ട് കണ്ട് സാധനം ആ ഓടായിരുന്നു. അതൊരു കിലോമീറ്റർ അടുത്ത് വെച്ചടങ്ങും. 1 കിലോമീറ്റർ ഉണ്ടോ? കടുവേനാണ്. മേഖലയിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും ഒറ്റയ്ക്കുള്ള സഞ്ചാരം പരമാവധി ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 24 മലപ്പുറം.
യെസ്, പ്രേക്ഷകർക്ക് വീണ്ടും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ് എൻ്റെ വിശദാംശങ്ങൾ വരുന്നു. തൃശ്ശൂർ ആമ്പല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാർ കത്തിനയിച്ചു. മുരിങ്ങൂർ സ്വദേശികളായ കുടുംബം വളരെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഇന്ന് രാത്രി 8 മണിയോടെ അപകടം. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാറ് പൂർണ്ണമായും കത്തിനയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇരട്ട കുട്ടികൾ 2 പേർ ഈ വണ്ടിയിലുണ്ടായിരുന്നു. അവരെ ആശുപത്രിയിൽ നിന്ന് കുട്ടികളെ പ്രസവിച്ച് മടങ്ങുന്നതിനിടയിലാണെന്ന് തോന്നുന്നു ഈ അപകടം ഉണ്ടായത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്തുകൊണ്ടാണ് ഈ കാർ പൂർണ്ണമായും കത്തിനയിച്ചത്? എന്താണ് വിവരം? ഈ ഇരട്ടക്കുട്ടികളുടെ പ്രസവത്തിന് ശേഷം ഈ കൈക്കുഞ്ഞും അതോടൊപ്പം തന്നെ അമ്മയും ഇവരെല്ലാവരും സഞ്ചരിച്ചിരുന്ന വാഹനമായിരുന്നു. അതാണ് ഈ പുതുക്കാട് വെച്ച് ഈ തീ പിടിച്ചത്. ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൃശ്ശൂരിലെ ആശുപത്രിയിൽ നിന്ന് ഇവർ ഈ വീട്ടിലേക്ക് പോവുകയായിരുന്നു. മുരിങ്ങൂരാണ് ഇവരുടെ വീട്. സജിയും കുടുംബവുമാണ് ഈ വാഹനം ഓടിച്ചിരുന്ന സജിയാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പുതുക്കാട് എത്തിയ സമയത്ത് ഈ വാഹനത്തിന്റെ മുൻവശത്ത് നിന്ന് വലിയ രീതിയിൽ പുക ഉയരുകയായിരുന്നു. ഈ പുക ഉയർന്ന ഉടനെ തന്നെ കുടുംബം ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. ആ വാഹനത്തിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ ഇവർ എടുക്കുന്നതിനിടയിൽ പൊടുന്നനെ തീ ആളിപ്പടരുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് പുതുക്കാട് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പുതുക്കാട് പോലീസും എല്ലാം എത്തിയാണ് ഈ തീ അണച്ചത്. വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് ഈ വാഹനം കത്തിയതിനെ തുടർന്ന് ഈ ദേശീയപാതയിൽ രൂപപ്പെടുകയും ചെയ്തു. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ ഗതാഗതക്കുരുക്ക് കൂടി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങാൻ ഇവർക്ക് സാധിച്ചത് വലിയ അപകടത്തിന്റെ വ്യാപ്തി അടക്കം കുറച്ചിട്ടുണ്ട്. പക്ഷേ കാർ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നത് വ്യക്തമില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണം അത് പോലീസും ഫയർഫോഴ്സും ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഭാഗ്യമായി സൂരജ് സജിയാണ് വിവരം നൽകിയത്. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ED രൂക്ഷ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയെ പൂർണ്ണമായും ലംഘിക്കുകയാണ് ED എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. തമിഴ്നാട്ടിലെ ടാസ്മാക്കിനെതിരായ ED അന്വേഷണം സുപ്രീം കോടതി ഇന്ന് സ്റ്റേ ചെയ്തതിന് ശേഷമായിരുന്നു സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനം. തമിഴ്നാട് സർക്കാരിന്റെ മദ്യവിൽപ്പന സ്ഥാപനമായ ടാസ്മാക്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് EDക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഒരു സർക്കാർ സ്ഥാപനത്തിനെതിരെ എങ്ങനെയാണ് കുറ്റം ചുമത്തിയതെന്ന് ചോദിച്ച ചീഫ് ജസ്റ്റിസ് BR ഗവായ് ED രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ പൂർണ്ണമായും ലംഘിക്കുന്നുവെന്ന് വിമർശിച്ചു. ടാസ്മാക്കിനെതിരായ EDയുടെ എല്ലാ നടപടികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിൽ 41 FIRകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അതിനിടയിലാണ് ED രംഗപ്രവേശം ചെയ്തതും ഹെഡ് ഓഫീസിലെ രേഖകളടക്കം കൈക്കലാക്കിയതെന്നും തമിഴ്നാടിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം തുടരുമ്പോൾ അനാവശ്യമായി ED റെയ്ഡ് നടത്തിയത് എന്തിനെന്നും ചീഫ് ജസ്റ്റിസ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ A രാജുവിനോട് ചോദിച്ചു. സുപ്രീം കോടതിയുടെ നടപടി EDക്കേറ്റ കനത്ത തിരിച്ചടിയെന്ന് DMK Secretary R.S. Bharati 24നോട്. Has brought to light what all happened in Tasmak, when it started, during whose period it started. All that has been brought to light now. And the Supreme Court has put strong words against the ED. And ED now, how they are acting, it is more or less it has become a blackmailing agency. സ്ഥാപനത്തിൽ 1000 കോടി രൂപയുടെ അഴിമതി നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം തുടരാമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്താണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ 3 പ്രതികൾക്കും ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. പ്രതികൾ അടുത്ത 7 ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. പരാതിക്കാരൻ അനീഷ് ബാബുവിനെതിരായ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടി EDക്ക് വിജിലൻസ് കത്ത് കൊടുത്തു. കേസിലെ 2 മുതൽ 4 വരെ പ്രതികളായ തമ്മന സ്വദേശി വിൽസൺ, മുകേഷ് മുരളി, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവർക്കാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതികളെ വിജിലൻസ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ 7 ദിവസം ഹാജരാകണമെന്ന് പ്രതികൾക്ക് കർശന നിർദ്ദേശമുണ്ട്. നമ്മൾ ഉന്നയിച്ച വാദമുഖങ്ങളെ ഒരു പരിധിവരെ അംഗീകരിച്ചിട്ട് തന്നെയാണ് കോടതി ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ 3 ദിവസത്തെ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത് ജാമ്യം അനുവദിച്ചത്. അപ്പം അറസ്റ്റ് ചെയ്ത രീതി നിർബന്ധപൂർവ്വം പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് കോടതി കണ്ടിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണം ശക്തമാക്കാനാണ് വിജിലൻസ് തീരുമാനം. പരാതിക്കാരനെതിരായ ED കേസിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട വിജിലൻസ് EDക്ക് കത്ത് നൽകി. വിജിലൻസ് കേസിന്റെ FIR EDയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിലെ 1-ാം പ്രതി ED ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ശേഖറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരം. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
NH-66 വിശദീകരണവുമായി മന്ത്രി PM മുഹമ്മദ് റിയാസ്. നിലവിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. വിദഗ്ധ സംഘം കാര്യങ്ങൾ പരിശോധിക്കുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മറുപടി പറയും. ദേശീയപാതയ്ക്കായി സംസ്ഥാന സർക്കാർ പണം ചെലവിട്ട രാജ്യത്തെ ഏക പദ്ധതിയാണിത്. 12,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കിയതെന്ന് PM മുഹമ്മദ് റിയാസ് പറയുന്നു. പറഞ്ഞേ പറ്റൂ എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഈ പ്രതികരണം. റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരുക തന്നെ ചെയ്യും. NH-66 അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ തീരുമാനം ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറാണെന്നുള്ള തീരുമാനമാണ്. സ്ഥലം ഏറ്റെടുക്കലിൻ്റെ 25% സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനയോട് അനുകൂല നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. റീൽ മന്ത്രി എന്ന പരിഹാസത്തിനും മന്ത്രി മറുപടി കൊടുത്തു. ദേശീയപാതയിലെ വിവിധയിടങ്ങളിലുണ്ടായ വിള്ളലുകളിൽ UDFും BJPയും രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരും. അശ്വിൻ, ഇങ്ങനൊരു ഫേസ്ബുക്ക് വീഡിയോയുമായി വരാൻ, യൂട്യൂബ് വീഡിയോ ആണോ ഫേസ്ബുക്ക് വീഡിയോ ആണോ എന്നെനിക്കറിയില്ല, ഈ വീഡിയോയുമായി വരാൻ ഈ മന്ത്രിക്കെതിരെയുള്ള പരിഹാസങ്ങൾ കേട്ടതിനു ശേഷമുള്ള തീരുമാനമാണോ? SKN ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ പലകുറി മന്ത്രിയുടെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും നേരിട്ടുള്ളൊരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതിനുശേഷം ഇന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടും നിർത്തിയില്ല. ഇന്നിപ്പോൾ 17 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ദേശീയപാത 66മായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ മന്ത്രി ജനങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ തുടക്കം മുതലുള്ള പ്രതിസന്ധി കാലത്തെയും UDF കാലത്ത് ഈ പദ്ധതി നിന്നുപോയതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നീട് 2016 LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഈ പദ്ധതി നടപ്പാക്കാനായി നിശ്ചയദാർഢ്യത്തോടെ നിലപാടെടുത്ത് മുന്നോട്ട് പോയെന്നും മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയാണ് ഇന്നീ നിലയിലേക്ക് ഈ പദ്ധതി എത്തിച്ചത് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം നിലവിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് നടന്ന സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ് എന്നുകൂടി വീഡിയോയിൽ പറയുന്നു. ഒപ്പം പക്ഷേ ഈ സംഭവങ്ങളെല്ലാം രാഷ്ട്രീയ ലാഭം കൊയ്യാനായി UDFും BJPയും അത് അങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ വിമർശനം. നല്ലതിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അതിനെ വിമർശിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ പൊതുമരാമത്ത് മന്ത്രി കൂടി ഈ വിഷയത്തിൽ ഒരു അദ്ദേഹത്തിൻ്റെ നേരിലുള്ള വിശദീകരണം നിലവിലിട്ടിരിക്കുന്നത്. SKN, ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.